നമസ്കാരം പ്രിയമുള്ളവരെ. സാമുദായിക ആചാര്യന്മാരുടെ തിട്ടൂരങ്ങൾക്ക് കീഴ്പ്പെടുവാൻ താനില്ല എന്ന വ്യക്തമായ സന്ദേശം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകുന്നു എന്ന വാർത്തയാണ് പ്രധാനമായും മാധ്യമങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. തന്റെ മുൻ നിലപാടുകളിൽ നിന്ന് താൻ ഒരു അണുകിട പോലും പിന്നോട്ട് മാറിയിട്ടില്ല. സാമുദായിക മത ആചാര്യന്മാരെ റെസ്പെക്ട് ചെയ്യുന്നു, അവരെ ബഹുമാനിക്കുന്നു, അവരെ പദവി അംഗീകരിക്കുന്നു. പക്ഷേ അവരധികമായി രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഇടപെടുന്നതിനെ താൻ അനുകൂലിക്കുന്നില്ല എന്ന വ്യക്തമായ സന്ദേശം ഇലക്ഷന് മുമ്പ് വി.ഡി. സതീശൻ നൽകിയതുപോലെ അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹം അടിയുറച്ചു നിൽക്കുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ അടുത്ത സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് താൻ മത സാമുദായിക ആചാര്യന്മാരുടെ തിണ്ണനിറങ്ങുവാൻ പോകില്ല എന്നു പറഞ്ഞു വാർത്താ മാധ്യമങ്ങളുമായുള്ള ചർച്ചയിൽ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞു എന്നുള്ള വാർത്തകളൊക്കെ ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുന്നു എന്ന വിശകലനങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വാർത്ത NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി ബന്ധപ്പെട്ടാണ്. സുകുമാരൻ നായർ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങൾക്കിടയിൽ താൻ 2 പ്രാവശ്യം മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കാണുന്നതിന് അനുമതി ചോദിച്ചിരുന്നു. പക്ഷേ 2 പ്രാവശ്യവും വി.ഡി. സതീശൻ തന്നെ കാണുവാൻ തനിക്ക് അനുമതി നൽകിയില്ല എന്ന ഒരു പ്രസ്താവന NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. മാത്രമല്ല സുകുമാരൻ നായർ ഒരു ഭീഷണിയും കൂടി പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, വി.ഡി. സതീശൻ അഹങ്കാരിയാണ്, NSSനെ ഒരു ചുക്കും ചെയ്യുവാൻ വി.ഡി. സതീശന് കഴിയില്ല, പക്ഷെ വി.ഡി. സതീശന് പലതും ചെയ്യുവാൻ NSSന് കഴിയും എന്ന ഒരു ഭീഷണിയും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വി.ഡി. സതീശനെതിരെ ഉയർത്തുന്നുണ്ട്. നമുക്കറിയാം, ഇലക്ഷന് മുമ്പും ഇത്തരം സാമുദായിക സംഘടനകൾ UDFനൊപ്പമായിരുന്നില്ല. NSS ആയാലും SNDP ആയാലും AP വിഭാഗമായാലും അവർ പരോക്ഷമായും പ്രത്യക്ഷമായും LDFനെയാണ് പിന്തുണച്ചിരുന്നത്. അതിനുശേഷം UDF അധികാരത്തിൽ വന്നിട്ട് മുഖ്യമന്ത്രി തർക്കത്തിൽ NSS ആകട്ടെ SNDP ആകട്ടെ AP വിഭാഗമാകട്ടെ അവരുടെ പരോക്ഷമായ പിന്തുണ KC വേണുഗോപാലിനൊപ്പമായിരുന്നു, വി.ഡി. സതീശനൊപ്പമായിരുന്നില്ല. അതിൽ ചില സാമുദായിക സംഘടനകൾ AICCക്ക് വി.ഡി. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റണം എന്നതുമായി ബന്ധപ്പെട്ട് ലെറ്റർ അയച്ചു എന്ന വാർത്തയും ഒക്കെ പുറത്തു വന്നിരുന്നു. എങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രി അതിനുശേഷം സാമുദായിക നേതാക്കന്മാരെ ഒക്കെ കാണുന്നതിന് ശ്രമിച്ചിരുന്നു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കാണുവാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അനുമതി നൽകിയില്ല എന്ന വാർത്തയും ഉണ്ടായിരുന്നു. NSS ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച് അത്തരം നിലപാടുകൾ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട്. അദ്ദേഹത്തിന് വ്യക്തിപരമായോ അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിലൊക്കെയോ വിരോധം തോന്നുന്ന ആളുകളെ സാമുദായിക ആചാര്യൻ മന്നത്ത് പത്മനാഭൻ്റെ സ്മാരകം സന്ദർശിക്കുന്നത് അനുവദിക്കാത്ത ചില നടപടികൾ NSS ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വി.ഡി. സതീശൻ അനുമതി നിഷേധിച്ചു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എൻ്റെ രാഷ്ട്രീയം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ്. എങ്കിലും ഞാൻ ഒരു ഇസ്ലാം മത വിശ്വാസി കൂടിയാണ്. എങ്കിലും ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർ ഈ സാമുദായിക നേതാക്കന്മാരുടെ തിണ്ണനിരങ്ങുന്നത് കാണുമ്പോൾ ചിലപ്പോഴൊക്കെ വിഷമം തോന്നിയിട്ടുണ്ട്. അത് AP അബൂബക്കർ മുസ്ലിയാരുടെ ആയാലും ജിഫ്രി കോയത്തങ്ങളുടേതായാലും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടേതായാലും വെള്ളാപ്പള്ളി നടേശൻ്റേതായാലും ഒക്കെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന നേതാക്കന്മാരും മുഖ്യമന്ത്രിമാരും ഒക്കെയാണ് വലുത്. അവരിത്തരം നേതാക്കന്മാരുടെ അടുത്ത് പോയി വളരെ ഭവ്യതയോടുകൂടി ഇരിക്കുമ്പോൾ വല്ലാതെ വിഷമം തോന്നിയിട്ടുണ്ട്. എന്തായാലും വി.ഡി. സതീശൻ ആ മാർഗങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിക്കുന്നു എന്ന് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. നമ്മൾ ഈ സാമുദായിക നേതാക്കന്മാരെയൊക്കെയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അവർ സമൂഹത്തിന് ചെയ്യുന്ന നന്മകളെയൊക്കെ വിലമതിക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ നേതാക്കന്മാർ അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കണം എന്ന ഒരു നിലപാട് എനിക്കുണ്ട്. വി.ഡി. സതീശൻ ആ മാർഗത്തിൽ പോകുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സമുദായ നേതാക്കന്മാരുടെയൊക്കെ വലിയൊരു ധാരണയുണ്ട്. അവർ പറയുന്നതനുസരിച്ച് അവരുടെ സാമുദായിക അംഗങ്ങൾ വോട്ടിട്ട് കൊള്ളും. അവർ വിചാരിക്കുന്ന കണക്കാണ് കേരളത്തിൽ ഭരണങ്ങൾ മാറിമറിയുന്നത്. അവർ പറയുന്ന ആളുകളെ ജനങ്ങൾ വിജയിപ്പിക്കും, അവർ പറയുന്ന ആളുകളെ ജനങ്ങൾ പരാജയപ്പെടുത്തും എന്നൊക്കെ സാമുദായിക നേതാക്കന്മാർ അവരുടെ മിഥ്യാധാരണയാൽ വെച്ചു പുലർത്തുന്നതോ അല്ലെങ്കിൽ അവർ അത്തരം സന്ദേശങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകുന്നതിനോ ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ വല്ലാത്ത രാഷ്ട്രീയ വിലപേശലുകളും ഒക്കെ അവർ നടത്താറുണ്ട്. അവർ പറയുന്ന ആളുകളെ മന്ത്രിയാക്കണം, അവർ പറയുന്ന ആളുകൾക്ക് കോർപ്പറേഷൻ കൊടുക്കണം, അവർ പറയുന്ന ആളുകൾക്ക് സീറ്റ് കൊടുക്കണം എന്നൊക്കെയുള്ള വല്ലാത്തൊരു നിർബന്ധ ബുദ്ധി അവർക്കുണ്ട്. പക്ഷേ നമ്മൾ ഈ സാഹചര്യങ്ങളും കേരളത്തിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യവും ഒക്കെ വെച്ച് പുലർത്തുമ്പോൾ അത് യാഥാർത്ഥ്യവുമായി ഒരു പുലബന്ധവും ഇല്ലാത്ത കാര്യമാണ് എന്ന് വ്യക്തമാണ്. നമ്മൾ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കിയാൽ ഈ സാമുദായിക ആചാര്യന്മാർ പരാജയപ്പെടുത്തണമെന്ന് ഹിറ്റ് ലിസ്റ്റ് ഇട്ട ആളുകൾ മിക്കപ്പോഴും ഇലക്ഷന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വന്നു എന്നത് യാഥാർത്ഥ്യമാണ്. മണ്ണാർക്കാട് പി കെ ശംസുദ്ദീൻ്റെ കാര്യമെടുത്താൽ
AP വിഭാഗം പരാജയപ്പെടുത്തണമെന്ന് നിർബന്ധ ബുദ്ധിയാൽ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് അവിടെ മണ്ണാർക്കാട്. പക്ഷേ അവിടെ നിരന്തരം ശംസുദ്ദീൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാറുണ്ട്. നേരത്തെ കൊല്ലത്ത് PK ഗുരുദാസനെ പരാജയപ്പെടുത്തണം എന്ന് SNDP തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയിരുന്നു. പക്ഷേ PK ഗുരുദാസൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നു. അതുപോലെ രമേശ് ചെന്നിത്തല ഒക്കെയും SNDPയുടെ ഒക്കെ ലിസ്റ്റിലുള്ള ആളുകളായിരുന്നു. പക്ഷേ അദ്ദേഹമൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൻ്റെ കാര്യമെടുത്താൽ അവിടെ PT തോമസിനെ കോൺഗ്രസ് ഒരിക്കൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നത്, അവിടെ സിറ്റിംഗ് MP ആയിരുന്ന PT തോമസിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നത് അദ്ദേഹത്തെ മത്സരിപ്പിച്ചാൽ അവിടെ കത്തോലിക്ക സഭ ഇടപെട്ട് പരാജയപ്പെടുത്തും എന്ന് വിശ്വസിച്ചാണ്. അതിന് പകരമായിട്ട് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിർത്തിയത് ഡീൻ കുര്യാക്കോസിനെയാണ്. എന്നിട്ടും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഈ മതസാമുദായിക സംഘടനകൾ പറയുന്നതനുസരിച്ച് സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചാൽ അതിലൊന്നും വലിയ കാര്യമില്ല. സാമുദായിക അംഗങ്ങൾ അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്, രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്. അവരുടെ മതവും രാഷ്ട്രീയവും തമ്മിൽ വ്യത്യസ്തമാണ്. അവർ മതവിശ്വാസികളും സാമുദായിക സംഘടനകളെ അംഗീകരിക്കുന്നവരുമൊക്കെ ആണെങ്കിൽ പോലും അവരവരുടെ രാഷ്ട്രീയ നിലപാടുകളിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ് വോട്ടിടുന്നത് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇനി മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളിക്കെതിരെ വിജിലൻസ് ഡയറക്ടർ അനുമതി പത്രം നൽകിയിരിക്കുന്നു, കേസ് കോടതിയിൽ ഫയൽ ചെയ്യുന്നതിന് എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇനി സർക്കാരിൻ്റെ അനുമതി കിട്ടിയാൽ ആ കേസ് കോടതിയിൽ ഫയൽ ചെയ്യും. അതായത് ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ VD സതീശൻ സർക്കാർ അത് അംഗീകരിക്കുവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ SNDPയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരും വെള്ളാപ്പള്ളി നടേശൻ എന്നൊരു വാർത്തയുമുണ്ട്. അതായത് വളരെ വ്യക്തമായ സന്ദേശം VD സതീശൻ നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. സാമുദായിക സംഘടനകളുടെ ഒരു തിട്ടൂരത്തിനും വഴങ്ങുവാൻ താൻ തയ്യാറല്ല എന്ന്. വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് ഏകദേശം 70-ൽ പരം കേസുകൾ ഈ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. പ്രധാനമായും ഈ പിന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ ഒരു ലോൺ, അതായത് 3-4% പലിശയ്ക്ക് മാത്രം ഈ ഈഴവ സമുദായം ഉൾപ്പെടുന്ന പിന്നോക്ക സമുദായങ്ങൾക്ക് ലോൺ അനുവദിക്കുന്ന ഒരു ഏർപ്പാട്. ആ ലോൺ തുക ഉപയോഗിച്ച് അവർക്ക് ബിസിനസ് ചെയ്യാം, സാമ്പത്തികമായി മെച്ചപ്പെടാം. ആ ലോൺ തുകയൊക്കെയും SNDP നേടി 3-4% പലിശ നിരക്കിൽ നേടിയിട്ട് ആ പൈസ എടുത്ത് വലിയ പലിശ നിരക്കിൽ മറ്റുള്ളവർക്ക് ബിസിനസ് ചെയ്യാൻ കൊടുത്തു. അതുകൊണ്ട് ഈഴവ സമുദായത്തിലെ സാധാരണക്കാർക്ക് ഒരു ഉപയോഗം ഉണ്ടായില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് സമുദായത്തെ വഞ്ചിക്കുന്ന സാമുദായിക നേതാക്കന്മാരൊക്കെയും അവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെ ഒരു നിലപാടിലേക്ക് VD സതീശൻ വരുന്നുണ്ട് എന്നത് മിക്കപ്പോഴും വളരെ സന്തോഷം നൽകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ ചർച്ചകൾ സാമുദായിക ആചാര്യന്മാർ അവർ റെസ്പെക്റ്റ് ചെയ്യപ്പെടേണ്ടവർ തന്നെയാണ്. പക്ഷേ അവരുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങുവാൻ താനില്ല എന്ന സന്ദേശം VD സതീശൻ നൽകുന്നത് കേരളത്തിൻ്റെ ഭാവിക്ക് അത് ഉചിതം തന്നെയാണ് എന്ന വിലയിരുത്തൽ തന്നെയാണ് എനിക്കുള്ളത്. തൽക്കാലം ഈ വീഡിയോ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവരുടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ.